വാർത്തകളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്ന് കരുതുന്ന ശബ്ദ സന്ദേശം പുറത്ത്. ഗർഭഛിദ്രത്തിന് വിധേയയായ പെൺകുട്ടിയുമായി സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഗർഭധാരണത്തിന് പ്രേരിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പെൺകുട്ടി സന്ദേശത്തിൽ പറയുന്നു. പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അസഭ്യം പറയുന്നതും സന്ദേശത്തിലുണ്ട്. മാങ്കൂട്ടത്തിൻ്റെതായി കരുതപ്പെടുന്ന വാട്സപ്പ് ചാറ്റും പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം ആ ശബ്ദ ശകലങ്ങൾ ഒന്ന് കേൾക്കാം. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടറാണ്. എനിക്കൊരു പേടിയുണ്ട്. എനിക്ക് ആകെ വയ്യാണ്ടിരിക്കുകയാണ്. വയ്യാണ്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് ഡ്രാമെന്നാണ് പറയുന്നത്. എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് കഴിഞ്ഞ ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകുമല്ലോ, എനിക്കൊരു സമയം ശ്രദ്ധയുള്ള കൂടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പിന്നെ ഞാൻ അതിനെ പറ്റി ബോധരാകുന്നു. പിന്നെ ഇന്ന് ഞാൻ ചോദിച്ചപ്പോ മാത്രം എനിക്ക് വയ്യാതിരിക്കാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. നിങ്ങളെന്തിനാണ് എന്തെങ്കിലും കൊല്ല ചെയ്യുന്നത്? എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിന് വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കറിയാം, എനിക്ക് ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. വേണമെന്ന് വാശി പിടിച്ചതാണ്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് വേണം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെ എന്റെ ഫൈസൽ അസീസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫൈസൽ, ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ശബ്ദശകലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി എന്ന് കരുതപ്പെടുന്ന ഇത്തരത്തിലുള്ള വാട്സപ്പ് ചാറ്റുകളും ശബ്ദ സംഭാഷണങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആധികാരികത എത്രത്തോളം തെളിയിക്കപ്പെട്ടു എന്നുള്ളത് ചോദിച്ചാൽ അതിനൊരു ഉത്തരം പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ശബ്ദ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ഫൈസൽ? കാളിദാസൻ, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്ന് കരുതപ്പെടുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു യുവതിയുമായി സംസാരിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണത്. അതായത് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രേരിപ്പിക്കുന്നു എന്ന് കരുതപ്പെടുന്ന എന്നാണ് ആ ഒരു ശബ്ദ സന്ദേശം എന്ന് അവർ തമ്മിൽ നടത്തിയ ഒരു സംഭാഷണത്തിൻ്റെ ഒരു ശബ്ദ സന്ദേശം, ശബ്ദശകലങ്ങളാണ് ഏതായാലും പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഒരു യുവതിയും അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് ആ ഒരു ഓഡിയോ സന്ദേശം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കരുതപ്പെടുന്ന ശബ്ദവുമാണ് ആ ഒരു ഓഡിയോ സന്ദേശത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും പറയുന്നത് ഒരു മാസം കൊണ്ട് ആ പെൺകുട്ടി, ആ യുവതി പറയുന്നത്, അതായത് തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അമ്മയെ കാണുമ്പോഴൊക്കെ കരച്ചിൽ വരികയാണ്. മാത്രമല്ല തനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്ന കാര്യമാണ് പറയുന്നത്. ഏതായാലും അതിന് മറുപടി എന്ന് പറയുന്നത്, അത് ഒരു മാസം കൊണ്ട് എന്താവാനാണ്, ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ല എന്നൊക്കെ രീതിയിലുള്ള, അതായത് രാഹുൽ ഈ പറയുന്ന ആള് യുവതിയോട് മോശമായി പെരുമാറുന്നതും അസഭ്യം പറയുന്നതും ഒക്കെയുള്ള കാര്യങ്ങളാണ് ആ ഒരു ശബ്ദ സന്ദേശത്തിലുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഒരു വാട്സാപ്പ് ചാറ്റും കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് അതും ഇത്തരത്തിലൊരു ഈ ഗർഭചിത്രം അല്ലെങ്കിൽ ഗർഭവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു വാട്സാപ്പ് ചാറ്റിലും കൂടി പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ശബ്ദ സന്ദേശത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലാകുന്നത്. അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പാലക്കാട് വലിയ രീതിയിലുള്ള പ്രതിഷേധം BJP-യുടെയും CPM-ന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് പീഡനവിരേനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM-ന്റെയും BJP-യുടെയും ഭാഗത്ത് നിന്ന് വലിയൊരു പ്രതിഷേധം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനും തൊട്ട് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് സജീവമാകുന്നത്. അതിനിടെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വീണ്ടും ഒരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുന്നത്. അതായത് അദ്ദേഹം തിരിച്ച് പാലക്കാടിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ MLA-യുടെ നേതൃത്വത്തിൽ തന്നെ വിവിധ ഉദ്ഘാടനമൊക്കെ നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. സ്ഥാനാർത്ഥികൾക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ വിവിധ
അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ MLA പദ്ധതിയിൽ നിന്ന് വിവിധ ആളുകൾക്ക്, പാലക്കാട് മണ്ഡലത്തിലെ വിവിധ ആളുകൾക്ക് ഈ വീടുണ്ടാക്കി നൽകുന്ന ഒരു പദ്ധതി അത്തരത്തിൽ സജീവമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് വീണ്ടും അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു ഓഡിയോ സന്ദേശം പുറത്തു വരുന്നത്. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് കരുതപ്പെടുന്നത്. ഇതിൽ ഏതായാലും അദ്ദേഹത്തിൻ്റെ ശബ്ദവുമായി ചെറിയ സാമ്യമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ അദ്ദേഹത്തിൻ്റെ അതിൽ നിന്ന് പ്രതികരണവും കൂടി ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊന്നും അതായത് നമുക്കറിയാവുന്നതാണ്, ഈ ആദ്യഘട്ടത്തിൽ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതെന്ന് അദ്ദേഹം കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ഈ ഏറ്റവും ഒടുവിൽ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നപ്പോൾ തന്നെ അദ്ദേഹം ആദ്യം തന്നെ പ്രതികരിക്കുകയും ചെയ്തു. നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഈ ശബ്ദ സന്ദേശം തൻ്റെതാണെന്ന് ഉറപ്പിച്ചോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഏതായാലും പെൺകുട്ടി മുഖ്യമന്ത്രിയെ കണ്ടേക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഏതായാലും ഈ ശബ്ദ സന്ദേശങ്ങളും തെളിവുകളുമൊക്കെ തൻ്റെ പക്കലുള്ള തെളിവുകളൊക്കെ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ കോൺഗ്രസിനെ ഏറ്റവും പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ ഒരു കേസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ KPCC UDF ഇതിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിനൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം വരികയും ഏറ്റവും പുറകിലുള്ള സീറ്റിലിരിക്കുകയും ഒക്കെ ചെയ്ത് പിന്നീട് പെട്ടെന്ന് തന്നെ ആ ഒരു സമ്മേളനത്തിന് ഇരിക്കാതെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും അദ്ദേഹം പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ തന്നെ തുടർന്ന് കുറേ കാലത്തിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും പാലക്കാട് സജീവമായത്. അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ ഒരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുന്നത്. എന്നാൽ ഇതിന് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യമാണ് ഇനി ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നിയമപരം മുന്നോട്ട് പോകുന്നതിനാണ് തൻ്റെ ശബ്ദമല്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പുറത്ത് പറയുന്നത്. കാളിദാസൻ. ശ്രീ ഫൈസൽ സീസാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പ്രതിരോധത്തിലാവുകയാണ്. എന്നിരുന്നാലും നിയമപരമായി ഈ ഒരു കേസിന് എത്രത്തോളം ഒരു അടിത്തറ ഉണ്ടാകുമെന്നുള്ളതൊക്കെ വലിയൊരു ചോദ്യമാണ്. വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ച ഈ ഒരു സംഭവത്തിന്, ഈ ഒരു വിവാദത്തിന് എത്രത്തോളം പുരോഗതി ഉണ്ടാകുമെന്നുള്ളത് തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകി.